എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 2065 ദിവസത്തെ മലയാളം വെബിനാറിലേക്ക് എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മലയാളം സെഷനിൽ ഒരു ക്ലാസ്സുമായി എത്തുന്നത് ഡോക്ടർ റിജി റഷീദാണ്. ഡോക്ടർ റിജി റഷീദ് കാട്ടാക്കടയിൽ റിജീസ് ഹോമിയോപ്പതിക് വെൽനസ് സെന്റർ എന്നുള്ള ഒരു ക്ലിനിക്ക് നടത്തുന്നു. കൂടാതെ ഡോക്ടർ കേരള യൂത്ത് മൂവ്മെന്റ് മുൻ പ്രോജക്ട് കോർഡിനേറ്റർ കൂടിയാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ടു പോകുന്ന ഡോക്ടർ റിജി റഷീദിനെ ഇന്നത്തെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു വിഷയമാണ് ഡോക്ടർ ഇന്ന് കൊണ്ടുവരുന്നത്. ഇന്നത്തെ ഡോക്ടറുടെ വിഷയം 2 മുറികളിലായി ഒതുങ്ങുന്ന ദാമ്പത്യം എന്നുള്ളതാണ്. ഒരു വ്യത്യസ്തമായ വെറൈറ്റി സബ്ജക്റ്റ് ആണ്. എന്തായാലും ഇതാണ് ഡോക്ടർക്ക് അതിൽ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. വളരെ സ്നേഹപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടറെ ക്ലാസ് തുടങ്ങാം. ഗുഡ് ഈവനിങ് ഓൾ. മാഡം കേൾക്കാവോ? കേൾക്കാം. ഈ 2 മുറികളിലേക്ക് ചുരുങ്ങുന്ന ദാമ്പത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ആലോചിക്കുക, അങ്ങനെ ഒരു അസുഖം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും, സ്വാഭാവികമായിട്ട് ആലോചിക്കുക. അല്ലെങ്കിൽ ഈ 2 മുറികളിലേക്ക് ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ടായിട്ട്. ഓക്കെ ആയോ? ഓക്കെ. 2 മുറികളിലേക്ക് ചുരുങ്ങുന്ന ദാമ്പത്യം എന്ന് പറയുമ്പോൾ നമ്മള് അങ്ങനെ ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെനോമിനോ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ആക്ച്വലി അതിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു മോർ ദാൻ 80% ഓഫ് പീപ്പിൾ, ഓക്കെ, അത് അതായത് പഴയ തലമുറയിലും ഇപ്പോഴും, അതായത് പ്രായമായവരായി, ഇപ്പം 70-ന് മേലെ ഉള്ളവരായാലും 60-ന് മേലെ ഉള്ളവരായാലും 50-ന് മേലെ ഉള്ളവരായാലും മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ റീസെന്റ് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും പല വീടുകളിലും ഇങ്ങനെ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതായത് നീ ഇല്ലാതെ എനിക്ക് പറ്റൂല, നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്, ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ തുടങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാണാതിരിക്കാൻ വയ്യ, മിണ്ടാതിരിക്കാൻ വയ്യ, കേൾക്കാതിരിക്കാൻ വയ്യ എന്ന് തുടങ്ങുന്ന ആൾക്കാര് പക്ഷെ എത്തിപ്പെടുന്നത് എവിടെയാണ് എന്ന് വെച്ചാല്, അത് ഒരേ വീട്ടില് ഒരേ മുറിയിൽ അല്ലെങ്കിൽ 2 മുറിയിൽ, അതായത് ഫിസിക്കൽ പ്രസൻസ് മാത്രം അവിടെ ഉണ്ട്. അല്ലാതെ നമ്മൾ പറയുമല്ലോ, ഹോമിയോപ്പതി എപ്പോഴും ശാരീരിക, മാനസിക, വൈകാരിക തലത്തിലാണ് നമ്മൾ ചികിത്സിക്കുക എന്ന് പറയാം. ഇതില് മാനസികം ഉണ്ടാവാറില്ല, വൈകാരികം ഉണ്ടാവാറില്ല. അവിടെ ഉണ്ടാവുന്ന എന്താന്ന് വെച്ചാല്, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കീ അവിടെ വെച്ചിട്ടുണ്ട്, ലോൺ അടച്ചോ, ചിട്ടി അടച്ചോ, കൊച്ചിന്റെ ഫീസ് കൊടുത്തോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാവില്ല, ഓക്കെ, ആ ഒരു തലത്തിലേക്ക് മാത്രം പോകുന്ന. പിന്നെ നമുക്കറിയാം നമ്മുടെ ഒരു പാട്രിയാർട്ടിക്കൽ സൊസൈറ്റി ആണ്, പക്ഷെ ഇപ്പം എങ്ങനെയാന്ന് വെച്ചാല് ഈക്വൽ ആണ്, അതായത് ആണിങ് മെമ്പേഴ്സ് ഈക്വൽ ആണ്, മെയിലും ഫീമെയിലും ഏൺ ചെയ്യണുണ്ട്. ഒരു പക്ഷേ ചില വീടുകളിൽ മെയിലിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്ന ഫീമെയിൽസ് ഉണ്ട്. പിന്നെ നമ്മൾ പരമ്പരാഗതമായി കുക്കിങ് ബാക്കി കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു കാറ്റഗറിയല്ല, ഇതെല്ലാം ഷെയർ ചെയ്യുന്ന ഹസ്ബൻഡുമാരും ഉണ്ട്. ഇതിനകത്ത് 2 വ്യക്തികളാണ്. ഇതിൽ ഭാര്യയാണോ നല്ലത് അല്ലെങ്കിൽ ഭർത്താവാണോ നല്ലത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആക്ച്വലി നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോഴോ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും വിധി പറയാൻ, അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പറയാൻ സാധിക്കാത്ത ഒരു ന്യായാധിപനായി മാറാറുണ്ട് പലപ്പോഴും ഇപ്പുറത്തിരിക്കുന്ന ആള്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ ആസ്പെക്റ്റും നമ്മൾ കവർ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് അതിന് ഒരു നല്ലൊരു മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതായത് നല്ല രീതിയിൽ എന്താ പറയാ, ഒരു മാനസികവും വികാരപരവുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയ കുടുംബങ്ങളായിരിക്കാം. പക്ഷെ അതിങ്ങനെ അവരിലൊരു അകൽച്ച ഉണ്ടായി ഒരുമിച്ച് ജീവിക്കുന്നു എന്നാ വേർപിരിഞ്ഞ പോലെയാണ്, അല്ലെങ്കിൽ വേറെ പിരിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിൽ പോകുന്നവരുണ്ട്. ഏറ്റവും കഷ്ടം എന്താണെന്നറിയാമോ,
ഇപ്പം പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. ആ ഒഴിവാക്കി പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കൺമുമ്പിൽ ഉണ്ടായിരുന്നിട്ടും ഒന്നും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു, പിന്നെന്താ കുട്ടികളുടെ കല്യാണം ആയതുകൊണ്ട് ജീവിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇത്ര ഡൗറി കൊണ്ടുവന്നു, അത് അവിടെ ആയിപ്പോയി. ഓക്കെ, ഇത്രയും വർഷം ഞാനിവിടെ ആയിരുന്നു, ഇനി എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പിന്നെ കുടുംബ പേര്, കുലമഹിമ, ബാക്കി കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ബേസ് നമ്മൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്നില്ല. അതായത് ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്നാൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നൊന്നുമില്ല. പിന്നെ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന പോലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ ലിവിങ് ടു ദ റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഇൻഫാറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു യൂസ് ആൻഡ് ത്രോ, അങ്ങനത്തെ ആ ഒരു ഫീല്, ഇതൊന്നും അല്ലാതെ തന്നെ തേർഡ് പേഴ്സൺസ് കടന്നു വരാറുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ തേർഡ് പേഴ്സൺസ് കടന്നു വരാറുണ്ട്. ചിലപ്പോൾ സിസ്റ്ററിന്റെ രൂപത്തിലാവാം, ചിലപ്പോൾ ബ്രദറിന്റെ രൂപത്തിലാവാം, ചിലപ്പം പാരന്റ്സിന്റെ രൂപത്തിലാവാം. അതായത് ഒരു ഒരു ബിക്കോസ് എല്ലാ പേർക്കും നമ്മുടെ ലൈഫിൽ റോളുണ്ട്. അച്ഛന്റെ റോളുണ്ട്, അമ്മയ്ക്ക് അമ്മേന്റെ റോളുണ്ട്, പെങ്ങൾക്ക് പെങ്ങളുടെ റോളുണ്ട്, നാത്തൂന് നാത്തൂന്റെ റോളുണ്ട്. പക്ഷെ അത് ഒരു ടു സർട്ടൺ ലിമിറ്റ്സിലാണ് എത്തുക. ആ സർട്ടൺ ലിമിറ്റ്സ് നമ്മൾ ക്രോസ് ചെയ്ത് പോവാൻ അനുവദിക്കുന്നത് ആക്ച്വലി നമ്മളുടെ മിസ്റ്റേക്കാണ്. അതൊരിക്കലും അവരുടെ മിസ്റ്റേക്ക് അല്ല. അതായത് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി നമ്മൾ എവിടെയാണോ നഷ്ടപ്പെടുത്തുന്നത് അവിടെ നിന്നാണ് മറ്റുള്ളവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുക അപ്പോഴാണ്. പിന്നെ നമുക്ക് പൊതുവെ ഉള്ള ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പം ഇപ്പൊ മൈഗ്രെയിൻ ആയിട്ട് വന്നു, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ആയിട്ട് വന്നു, PCOD, വാട്ട് എവർ ഇറ്റ് ഈസ് വരുമ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട്, പൊതുവെ പുള്ളിക്കാരത്തെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പൊതുവെ പുള്ളിക്കാരൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു മറുപടി എന്താന്ന് വെച്ചാൽ, കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, അല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പൈസയൊക്കെ കൊണ്ടുതരും. ഇത് മാത്രമാണോ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ? ഇത് മാത്രമാണോ? ഒരിക്കലും അല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് മൗനം, അതായത് സമ്പർക്കത്തില് എന്താ പറയുക, ദൗർലഭ്യമാണ്. അതായത് സമ്പർക്കത്തിലെ മൗനം നമ്മളെ കൊണ്ടെത്തിക്കുന്ന എവിടെയെന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ബില്ല് അടച്ചോ, യെസ് ഓർ നോ. പിന്നെ ഒറ്റപ്പെടല് നമ്മള് ആരില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഭയങ്കര ഭീകരമാണ്. എന്ന് വെച്ചാല് ദേ ആർ ഹാവിങ് എവറിത്തിങ്, പക്ഷെ അവിടെ ആ ഭൂലോകത്ത് അയാളോ അല്ലെങ്കിൽ അവരോ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ഫീലുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ തന്നെ അന്യായി പോയി, അല്ലെങ്കിൽ അന്യനായി പോയി എന്നുള്ളൊരു ഫീലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ആദ്യമേ അത് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. തിരക്കേറിയ ജീവിതശൈലി അതൊരു വലിയ കാര്യം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛന് സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല, കുട്ടികൾക്ക് സമയമില്ല, അവർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ സമയമില്ല, ഫ്യൂച്ചർ പ്ലാൻസ് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. മിക്ക വീട്ടിലും അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ATM കൗണ്ടേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ബിൽ പേയേഴ്സ് മാത്രമായിട്ട് മാറാറുണ്ട്. കുട്ടികൾക്ക് ബിക്കോസ് ഞാൻ പർച്ചേസ് ചെയ്തു, അപ്പൊ പപ്പ ഐ ഹാവ് ടു പേ, ഓക്കെ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തരണം, എനിക്ക് അവിടെ പോകണം, ആ ഒരു തലത്തിലേക്ക് മാത്രം ചുരുങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക്. പിന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കാര്യം, ഇവരെക്കാൾ ബുദ്ധിമുട്ടാണ് ആ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അവസ്ഥ. ബിക്കോസ് ഒന്ന് ശാസിക്കാനോ വഴക്ക് പറയാനോ അല്ലെങ്കിൽ എന്താന്ന് ചോദിക്കാനോ ഉള്ളൊരു ആ ഒരു സ്വാതന്ത്ര്യം പോലും അവർക്ക് ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാ പോവാ. പിന്നെ ജോലി സമ്മർദ്ദം ഓൾറെഡി പറഞ്ഞല്ലോ. ഇപ്പൊ എന്ന് വെച്ചിട്ട് ഇപ്പൊ വാറും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് എക്കണോമി ഭയങ്കര ഡൗൺ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചൂട്, മീൻസ് നമ്മളൊരു പ്രൊഡക്ടിവിറ്റി അങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലം, ബാക്കി കാര്യങ്ങൾ, അപ്പൊ മാനസിക സമ്മർദ്ദം, ജോലി സമ്മർദ്ദം. എല്ലാ ജോലിക്കും അതിൻ്റെതായ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പം പല ലേഡി ഹോമിയോ ഡോക്ടേഴ്സും പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ്, ഹോമിയോ ഡോക്ടേഴ്സ് മാത്രമല്ല അല്ലാതെ ലേഡി ഡോക്ടേഴ്സും പറയാറുള്ള ഒരു കാര്യമാണ്, നിനക്ക് അവിടെ എന്താണ് ജോലി? നീ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കറങ്ങുന്ന കസേരയിലല്ലേ ഇരിക്കുന്നത്, നിനക്ക് അവിടെ എന്താണ് ജോലി? അതുപോലെയാണ് എൻ്റെ മോള്. ഓക്കെ, സി നമ്മൾ എങ്ങനെയാ കറങ്ങുന്ന കസേരയിലേക്ക് എത്തിയത്? ഓൾ ഓഫ് എ സഡൻ നമ്മൾ കറങ്ങുന്ന കസേരയിലേക്ക് എത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ എത്രയോ കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. എത്രയോ രാത്രികൾ നമ്മൾ ഉറക്കില്ലാതെ പഠിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിയത്. ഈ പറയുന്ന മറ്റുള്ളവർക്കും ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തോ ഇല്ല എന്നുള്ളത്. ഇനി രണ്ടാമത്, നമുക്ക് തന്നെ അറിയാം
എത്ര ഡോക്ടേഴ്സ് സക്സസ്ഫുൾ ആയി പ്രാക്ടീസ് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ സെക്ടറിൽ മാത്രമല്ല, ഞാൻ ടോട്ടലി പറയുന്നതാ, എല്ലാ കൊല്ലവും എത്രയോ കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. ഇതിൽ എത്ര പേരാണ് വ്യത്യസ്തമായ മേഖല തിരഞ്ഞെടുക്കുന്നത്? ജോബ് പ്രഷർ എല്ലാവർക്കും ഉണ്ട്. ഇനി ഇതിൽ ഏറ്റവും വിഷമം തോന്നുന്നത്, ഇപ്പൊ കൗൺസിലിംഗിൽ വരികയാണെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡും വൈഫും ഹോമിയോ ഡോക്ടേഴ്സ് ആണെന്ന് വെക്കാം, ഇൻക്ലൂഡിങ് സീനിയേഴ്സ് ആൻഡ് ജൂനിയേഴ്സ്. അതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില മെയിൽ ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്ര പേഷ്യന്റ് ഉണ്ട്, ഓക്കെ, പക്ഷെ അവൾക്ക് പേഷ്യന്റ് ഇല്ല, അല്ലെങ്കിൽ അവൾ വളരെ തുച്ഛമായ ഒരു പൈസ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അവൾ തുച്ഛമായ ഒരു പൈസ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളും കൂടെയാണ്. കാര്യം നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് അവർക്ക് കൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ക്ലിനിക്കിൽ പോരുന്ന വുമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് അത് എന്താ പറയാ, ടെക്നോളജിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അതിര് കടന്ന ഒരു ഇതുണ്ട്. ടെക്നോളജി അഡ്വാൻസ്ഡ് ആവും തോറുമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ദേ ആർ ഫൈൻഡിങ് ദെയർ ഓൺ സ്പേസസ് ആൻഡ് ദെയർ ഓൺ ഹാപ്പിനെസ്. ഓക്കെ, അവരുടെ പ്ലഷറും ഹാപ്പിനെസ്സും എല്ലാം അവർ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പണ്ട് നമ്മള് ഒരു ഒരു വടക്ക് നോക്കി യന്ത്രം അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു സിനിമയുടെ പേര്, ശ്രീനിവാസന്റെ ഒരു സിനിമയുണ്ട്. അതിനകത്ത് ശ്രീനിവാസൻ ഇങ്ങനെ കത്ത് എഴുതുന്നുണ്ട്, അതായത് ഇത് കല്യാണം കഴിക്കാൻ പോവാണ്, അപ്പൊ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഭാര്യ അടുത്ത് എങ്ങനെ ആണ് ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്. എന്നിട്ട് ആ സിനിമയുടെ ലാസ്റ്റ് ഒരു സൈക്കാട്രിസ്റ്റ്, നെടുമുടി വേണിയാണ് സൈക്കാട്രിസ്റ്റിനോട് ഈ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ആക്ച്വലി പുള്ളി ഇല്ലായി മാറിയത് പാവം പുള്ളി അറിയുന്നില്ല. പുള്ളി ചോദിക്കണമെന്ന് പറഞ്ഞാൽ, ഡോക്ടറെ ഞാൻ ഇന്ന് വരെ വാരികയിലെ മനഃശാസ്ത്ര ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, പിന്നെ എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആക്ച്വലി അവർ തമ്മിൽ ഒന്നിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമായിരിക്കാം, പക്ഷെ അത് കുടുംബക്കാരെ അറിയിച്ച് ഡോക്ടറെ സൗണ്ട് കുറവാണ് വരുന്നത്. ഇത്തിരി സൗണ്ട് കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് കുടുംബക്കാരെ അറിയിച്ച്, ബന്ധുക്കളെ അറിയിച്ച്, എനിക്കിന്ന് വൈകുന്നേരത്തിന് ശേഷം 4 കൗൺസിലിംഗ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കുടുംബക്കാരെ അറിയിച്ച്, എന്താ പറയാ, ബന്ധുക്കളെ അറിയിച്ച്, നാട്ടുകാരെ അറിയിച്ച്, പിന്നെ പറ്റുമെങ്കിൽ നാട്ടിലെ ഈ പാർട്ടി പ്രവർത്തകരെയൊക്കെ ഒന്ന് അറിയിച്ച്, പിന്നെ അത് കോടതിയിൽ പോയി, അല്ലെങ്കിൽ കുറെ പൈസ കൗൺസിലർക്ക് കൊടുത്ത്, സോ ഇങ്ങനെയൊക്കെ ആയി മാറി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയും. ഈ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലും ഇപ്പൊ 50 ക്രോസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവര് പോലും പറയുന്നത് എന്താന്ന് അറിയുമോ, നാളെ ഞായറാഴ്ചയാണ്, നാളെ PH ആണ്, എടോ എനിക്ക് വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബിക്കോസ് ഫോർ വേരിയസ് റീസൺസ്, അതായത് പർച്ചേസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ല വീട്ടിൽ ഫുഡിന്റെ എല്ലാ കാര്യത്തിലും, പിന്നെ എല്ലാ പ്രായത്തിലുള്ള മനുഷ്യരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അംഗീകാരം ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ ഒരാൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു നല്ല വാക്ക് പറയാൻ പോലും നമ്മുടെ പങ്കാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോകും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ആരോടെല്ലാം താങ്ക്സ് പറയുന്നു, നമ്മൾ ആരോടെല്ലാം പറയുന്നു, പക്ഷെ എന്താണെന്ന് പറഞ്ഞൂടാ, നമ്മളെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് മാത്രം അത് പറയാൻ, അതൊന്നും നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. സോ ഹി ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ് ഫോർ മീ, നീ എനിക്ക് അതൊക്കെ ചെയ്ത് തരേണ്ടതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോവാറുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളുടെ എന്താ പറയാ, ഇത് പെട്ടെന്ന് ഒരു ദിവസം സംഭവിക്കുന്ന കാര്യമല്ല. ഒരു മാനസിക ഒരു ഇമോഷണൽ വശം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെയാണ്, എന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് തുടങ്ങുന്നതാണ്. പിന്നെ അത് എങ്ങനെ എത്തും എന്ന് പറഞ്ഞാല്, അയാൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, അവൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, വെറുതെ ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എന്താ പറയാ, എന്റേതായിട്ടുള്ള ഒരു കാര്യവും പറയാൻ കൊള്ളൂല ഡോക്ടറെ. പിന്നെ ഡോക്ടർ കേട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർ കേട്ടോണ്ടിരിക്കും. ഓക്കെ, ഞാൻ ഞാൻ ഞാനൊരു കല്ലിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ അടുത്തോ പോയി പറയുന്ന പോലെയാണ്, ഒരു റിയാക്ഷൻസും ഉണ്ടാവാറില്ല. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കും, അത്ര തന്നെ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ഇതുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ കമ്മ്യൂണിക്കേഷനിൽ എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാല്, അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവരെല്ലാം ഇങ്ങനെ സപ്രസ് ചെയ്ത് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കും, പുറത്തേക്ക് ഒന്നും വരില്ല. ഒരു എന്താ പറയാ, ഒരു മുഖംമൂടി അണിഞ്ഞിട്ടുള്ള ആ ഒരു സംഭാഷണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറും. ഈ സംസാരമില്ലാത്ത അല്ലെങ്കിൽ സംഭാഷണമില്ലാത്ത ഒരു ബന്ധം എന്ന് പറയുന്നത് അത് എന്താ പറയാ,
വളരെ വിരസമായിട്ടുള്ള ഒരു ഇതാണ്. ഇങ്ങനെ മിണ്ടാതിരുന്ന് അതും അവരുടെ സ്വഭാവത്തിന്റെ ആ ഒരു ഭാഗമായിട്ട് മാറാറുണ്ട്. പിന്നെയുള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞാല് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അവിടെ നിക്കട്ടെ. അല്ലാണ്ട് തന്നെ ഒന്ന് തൊട്ടടുത്തിരിക്കാൻ പോലും സമയമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് കാണാറുണ്ട്. അതായത് ഒന്ന് തൊടുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുക, "എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്നൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിനക്കെന്താ സുഖമില്ലേ എന്ന് ചോദിക്കുക, നിങ്ങക്ക് സുഖമില്ലേ എന്ന് ചോദിക്കുക." എന്നാ ബിക്കോസ് എന്താ പറയാ ഇതെന്നും പിന്നെന്ന് പറഞ്ഞാല് വ്യത്യസ്ത മുറികളിൽ കിടന്നുറങ്ങാന്ന് പറയുമല്ലോ. ആ വരുന്നതെന്ന് പറഞ്ഞാല് നമ്മള് വേർപിരിഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മള് തമ്മിലുള്ള ആ ഒരു മനസ്സിന്റെ ദൂരം എന്ന് പറഞ്ഞാല് അത് ഭയങ്കരമായിട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് ആദ്യമൊന്നും നമുക്ക് മനസ്സിലാവില്ല. ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ഓക്കെ ഫൈൻ. ഒരാൾക്ക് AC തണുപ്പ് കൂടുതൽ വേണം, ഒരാൾക്ക് കുറവ് വേണം, ഒരാൾക്ക് ഫാൻ വേണം, മറ്റേയാൾക്ക് ഫാൻ വേണ്ട. അങ്ങനെയുള്ള പല പല പിന്നെ ഡേ ടു ഡേ ലൈഫില് ആ ഒരു റിസ്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ കുട്ടികൾ ഇപ്പം ഒരു പാർട്ട്ണറിൽ ഒരാൾക്ക് അങ്ങ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണമെന്ന് വെക്കും. മറ്റേ ആൾക്ക് വന്നിട്ട് കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ മാനസികമോ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ അതായത് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ഹ്യൂമൻ ബീങ്സ് ഓക്കെ തുടർച്ചയായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലാതാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ബിക്കോസ് വിട്ടുകൊടുക്കാൻ നമുക്കൊരു മനസ്സില്ലാതായി മാറാറുണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ അത് ഇല്ലാതിരിക്കുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ഒരു സോഷ്യൽ സൈഡ് ഉണ്ട്. ഈ ഒരു എന്താ പറയാ ഊതി വീർപ്പിച്ച കുമിള എന്ന് പറയില്ലേ, ഈ സ്റ്റാറ്റസ് പ്രസ്റ്റീജ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഊതി വീർപ്പിച്ച കുമിളയാണ്. ബിക്കോസ് സ്വന്തം വീട്ടില് ഒരു എന്താ പറയാ ഒരു കരുതലില്ലാത്ത, സ്വന്തം വീട്ടിലൊരു സ്നേഹം കിട്ടാത്ത, സ്വന്തം ഭാര്യയെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഇവര് റിട്ടയർഡ് ഹയർ ഒഫീഷ്യൽസ് ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇവര് കറണ്ട് ഹയർ ഒഫീഷ്യൽസ് ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാന്ന് പറഞ്ഞാല് കുറേ ജീവിച്ചിങ്ങ് വരുമ്പോ നമ്മുടെ ആരോഗ്യവും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമ്മുടെ യൗവനവും നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ കുറെ പൈസ നമ്മളുടെ കയ്യിൽ കാണുമായിരിക്കും. ആ സമയമാകുമ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്താണെന്നറിയാമോ? ഡയബറ്റീസ്, ഹൈപ്പർ കൊളസ്ട്രീമിയ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം, ക്യാൻസർ, വാട്ടർ ഇറ്റ് ഈസ് അങ്ങനെ പോകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള ഫണ്ട് കയ്യിൽ കാണും. പക്ഷെ ആ യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ഒന്നിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൂടെ കൂട്ടാൻ ഒരാൾ ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയിലും ഒത്തിരി പേരുണ്ട്. പിന്നെ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? കുട്ടികളായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ കുട്ടികളിലേക്ക് മാത്രമായിട്ട് ഈ പാരന്റ്സ് അങ്ങ് ചുരുങ്ങും. ചില സ്ഥലത്ത് അത് ബോത്ത് രണ്ട് ടീമിലും ഉണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്നുള്ളൊരു കോൺസെൻട്രേഷനിലേക്ക് ചുരുങ്ങും. ഈ അടുത്ത് ഞാൻ കണ്ടൊരു സിനിമയാണ്, സിനിമയുടെ പേര് ഞാൻ ഓർക്കണില്ല. അതായത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് മോഹൻലാൽ വന്നിട്ട് വേറെ ആളുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് വന്നിട്ട് ഇത് ഈ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പട്ടാളക്കാരന്റെ ഭാര്യ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അതായത് ഒരു കുഞ്ഞാവുന്നവരെ അദ്ദേഹത്തിന് എല്ലാം ഞാനായിരുന്നു എല്ലാം, അദ്ദേഹത്തിന്റെ ലോകം ഞാനായിരുന്നു. പക്ഷെ മോളായി കഴിഞ്ഞതിന് ശേഷം ഞാനെന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ളത് പോലും അദ്ദേഹം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ കറക്റ്റ് വേർഡിങ്സ് ഓർമ്മിക്കുന്നില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു 60% ആൾക്കാർക്കും ഭയങ്കര ടച്ചിങ്, സ്ത്രീകൾക്ക് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലൊരു ഒരു 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 ഇമോഷൻ അതിലുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ആക്ച്വലി അതില് ആ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നതെങ്കിലും മെയിൽസിന്റെ ഭാഗത്തുനിന്നും ഈ പരാതിയുണ്ട്. കാര്യം കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പിന്നെ ഇവര് കുട്ടികളെ എന്നുള്ള രീതിയിൽ ഭാര്യയാണെന്നുള്ളത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവാണെന്നുള്ളത് മറന്നു പോകുന്നു. അവരൊരു അച്ഛനും അമ്മയുമായിട്ട് മാത്രം ചുരുങ്ങി പോകുന്നു എന്നുള്ള ആ ഒരു ഫീലിലേക്ക് എത്തുന്ന കേസസ് ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കണം. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് എന്താ പറയാ ഇത് ഇങ്ങനെ എന്താ പറയാ മുഖം മൂടിയിട്ട് നടക്കുക എന്ന് പറയില്ലേ. നമ്മളെ ഹലോവീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആഘോഷമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് എന്താണോ ഞാൻ അതെനിക്ക് പുറത്ത് കാണിക്കാൻ വയ്യാത്തൊരവസ്ഥ. മീൻസ് ഒന്ന് ഞാൻ ഇത്രയൊക്കെ സഫർ ചെയ്യുന്നു എൻ്റെ ഫാമിലിക്കുള്ളിൽ എന്ന് പറയാതെ ഇങ്ങനെ ഉള്ളിൽ വെച്ച് സമ്മർദ്ദം കൂട്ടി നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആക്ച്വലി നമ്മൾ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരോട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തൊന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ചില കേസസിൽ ചില ഹസ്ബൻഡും വൈഫും ഉണ്ട്. ഡാം പൊട്ടി ഒഴുകുന്ന പോലെ ആയിരിക്കും അവർക്ക് ആരോടെങ്കിലും ഒന്നും പറയാൻ പറ്റിയാൽ എന്നുള്ള ഒരു ഫീൽ.
പിന്നെ ഇതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഉണ്ട്. സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നമുക്കറിയാം ഒറ്റപ്പെടൽ ഒരാൾക്ക് എന്താണ് സമ്മാനിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒറ്റപ്പെടല്, നിരാശ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ദേഷ്യം, അക്രമവാസന, അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത, അത് ചില സമയത്ത് കൊലപാതകത്തിലേക്ക് എത്തിക്കാറുണ്ട്. ഇന്നൊന്നില്ല നമ്മളൊരു മർഡർ കേസ് കണ്ടില്ലേ, വൈഫിന്, അതായത് 9 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് വൈഫിനെ കൊന്നിട്ട് ഭർത്താവ് സറണ്ടർ ആയി സ്റ്റേഷനിൽ. അപ്പൊ അൾട്ടിമേറ്റ്ലി രണ്ടുപേരുടെ ലൈഫും പോയി. ഒരാളുടെ ജീവൻ പോയി, മറ്റൊരാളുടെ ജീവിതവും പോയി. ആക്ച്വലി ഈ ജീവിതം ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന് പറയുന്നത്, നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നമ്മൾ കഥയിലും കവിതയിലും ഒക്കെ വായിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കണ്ടീഷൻഡ് ലവ് ആണ് എല്ലാ സ്ഥലത്തും കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ അവിടെയും നമ്മൾ പറയുമല്ലോ, ഒരാളെ വെറുക്കാൻ നമുക്ക് 1000 കാരണങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് ഒരു കാരണം മതി എന്ന് പറയാറുണ്ട്. ആക്ച്വലി ക്ലാസ് ഞാൻ ഇന്ന് എടുക്കാൻ വേണ്ടി വരുമ്പോഴും എന്റെ മനസ്സിൽ, ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുള്ള ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ, ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് വെക്കും, അപ്പം ഒന്ന് റീതിങ്ക് ചെയ്യുമല്ലോ എന്നുള്ളൊരു കാരണം. അങ്ങനെയായിരുന്നു ഞാൻ അത് അങ്ങനെ വിചാരിച്ചത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്, നിനക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു റൂട്ട് കാസ് ഉണ്ടായിരിക്കുമല്ലോ. അതിനകത്തുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എന്താ പറയുക, പ്രതീക്ഷകൾ നമുക്ക് ഒരാളുടെ മേലെ വെക്കാം, പക്ഷെ അൺകംപ്ലീറ്റ്, അതായത് അപൂർണമായ പ്രതീക്ഷകളാണ് നമ്മൾ കൂടുതൽ വെക്കാറുള്ളത്. അതായത് അവൻ എന്നെ മനസ്സിലാക്കണം, അവൾ എന്നെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ട് ഞാൻ അവനെ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നില്ല? അവൻ എന്നെ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ എത്രത്തോളം അവനെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അതെനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്ത് കിട്ടും? ഇപ്പൊ നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഓക്കെ, നമ്മുടെ പ്രിയാമ്പിളിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അതിൽ ഇത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, അതിൽ നമ്മൾ കൺസേൺഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ആസ് എ സിറ്റിസൺ വി ഹാവ് ടു ഡു സം ഡ്യൂട്ടീസ് ടു അവർ കൺട്രി. പക്ഷെ അതിൽ നമ്മൾ എത്ര പേര് അവെയർ ആണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞ പോലെ ഈ മനസ്സിലാക്കുക എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഒരുപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈഗോ ക്ലാഷസ് ഉണ്ടാവാറുണ്ട്. ഒരു തരത്തിൽ നമുക്ക് എന്ന് വെച്ചാല്, നമ്മൾ ക്ലിനിക്കിൽ ഇരുന്ന് അവരിങ്ങനെ വർത്താനം പറയുമ്പോൾ പോലും, ഇന്നൊരു ലേഡി എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, അയാൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവര് പെട്ടെന്ന് അയാളെ ഷർട്ടിന്റെ കോളർ കയറി പിടിച്ചു. ഇത് ഓപ്പോസിറ്റ് ഞാനുണ്ട്, സ്റ്റാഫുണ്ട്. അപ്പൊ ആ കൊച്ചിങ് ഓടി വന്നു, സ്റ്റാഫിങ് ഓടി വന്നു. അപ്പൊ ഞാനൊന്നും മിണ്ടില്ല, ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ അവര് കോളർ കയറി പിടിച്ചു. അപ്പൊ ഇയാളിങ്ങനെ പറഞ്ഞു, വിട് 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 എന്നിങ്ങനെ ആണ്. അപ്പൊ എന്നിട്ട് ഒരു 2 മിനിറ്റ് അവരിങ്ങനെ പിടിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, അത്രയും ചെയ്തപ്പോ സമാധാനമായോന്ന് ചോദിച്ചു. ഇത്ര ചോദിച്ചോളൂ, അവരാ പിടി വിട്ടിട്ട് നമ്മളെ കൺസൾട്ടിങ് ടേബിളിൽ കുനിഞ്ഞിരുന്ന് കുറച്ചു നേരം കരഞ്ഞു തീർന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ബാക്കി വർത്താനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും അയാൾക്ക് ഒരു അടി കൊടുക്കണമെന്നില്ലേ? അവന് ഉണ്ട് ഡോക്ടറെ, കൊടുക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരെണ്ണം കൊടുത്തു. കാരണം ഒരു അടി കൊടുക്കേണ്ട തരത്തിലുള്ള കുറ്റമാണ് അയാൾ ചെയ്തത്. ആ കുറ്റം അംഗീകരിക്കാൻ അയാൾ തയ്യാറാണ്. കാര്യം സ്വന്തം മകളുടെ പ്രായം പോലും വരാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് വളരെ മോശമായ സാഹചര്യത്തിൽ അവർ കണ്ടു. മനസ്സിലായില്ലേ? അപ്പം അന്ന് ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഒരെണ്ണം കൊടുത്തു. അവർ അടിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഒരെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവർ അടിച്ചിരുന്നെങ്കിൽ പോലും ആ ഭർത്താവ് അത് കൊള്ളാൻ തയ്യാറായിട്ടായിരുന്നു അവിടെ ഇരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങനത്തെ മിസ്റ്റേക്സ് സംഭവിക്കാം. ഞാനിപ്പോ അയാൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഡിവോഴ്സ് വാങ്ങണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് കുടുംബം എന്ന് പറയുന്നത് വാല്യൂഡ് ആണ്. ഏതൊരു മനുഷ്യനും വാല്യൂഡ് ആണ്. അത് പക്ഷേ നമ്മൾ അളക്കുന്ന അളവുകോലിലാണ് വ്യത്യാസം. ഓക്കെ, അപ്പൊ അങ്ങനെ ഡെയിലി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരാറുണ്ട്. ഇന്ന് സംഭവിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത്. പോയപ്പോ നല്ല സന്തോഷമൊക്കെ ആയിട്ടാ പോയത്. ഇനി അറിയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്, ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട്. ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരികയെന്ന് പറഞ്ഞാല്, എന്താ, ഉള്ളിലെ അല്ലലുകളൊന്നും അറിയാതെ കുടുംബത്തെ നോക്കണം എന്ന് വിചാരിച്ച് എല്ലാം തലയിൽ വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ വീട്ടിൽ ഇഷ്ടപ്പെടുന്നവരല്ലേ, നമുക്ക് ചുറ്റും വെള്ളമാണ്. നമ്മൾ കടലിന്റെ നടുക്കാൻ നോക്കൂ, നമുക്ക് ചുറ്റും വെള്ളമാണ്. പക്ഷെ എത്ര ദാഹിച്ചാലും ആ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ, ഈ എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞത്, ഹസ്ബൻഡ് ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആളാണ്, പുള്ളി നന്നായി സമ്പാദിക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്കൊരു നാപ്കിൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ
ഞാൻ 10 പ്രാവശ്യം പറയണം. ഓക്കെ, അടുത്ത മാസം ആവുമ്പോൾ എത്ര എണ്ണം ഞാൻ ഉപയോഗിച്ചു, എന്തുകൊണ്ട് ഇത്ര ആയി എന്ന് പറയണം. ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 100 പവൻ വാങ്ങി ലോക്കറിൽ വെച്ചിട്ടാണ് ആ പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഞാനീ പറയണം. അതും ഒരു ഡോക്ടറിന്റെ അവസ്ഥയാണ് ഞാനീ പറയണം. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഡോക്ടറെ 10 പേരോടും ഇങ്ങനെ കടം വാങ്ങിയാലും കുഴപ്പമില്ല, എന്റെ ഷെയർ ഞാനും തരാം. ഞാൻ എന്താ ഒരു ആവറേജ് ആളാണ്, അത് എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, ഞാനും എന്റെ ഷെയർ തരാം, ഡോക്ടർ ക്ലിനിക്ക് തുടങ്ങണം. ഓക്കെ, ഒരു പഴയ മേശയും 2 കസേരയും മതി നമുക്ക്, ഡോക്ടർ ക്ലിനിക്ക് തുടങ്ങണം. ഞാൻ ഒരു 10 ഡോക്ടർമാരടുത്ത് പറഞ്ഞു, ഡോക്ടർക്ക് 10 ബോട്ടിൽസ് വീതം മെഡിസിൻ അയച്ചു തരാം. യു ഹാവ് ടു സ്റ്റാർട്ട് എ ക്ലിനിക്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു അടുത്ത മാസം നമ്മൾ ഡോക്ടറുടെ റേഞ്ച് പ്രശ്നമുണ്ട്, റേഞ്ച് പോയതാണെന്ന് തോന്നുന്നു. ആ വാർണിംഗ് സൈൻസ് എന്താണെന്ന് പറഞ്ഞാൽ, തുടക്കത്തിൽ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, പക്ഷെ പെട്ടെന്ന് ഈ പങ്കാളികൾക്കിടയിൽ സംസാരിക്കാൻ താല്പര്യമില്ലാതെ വരിക, ഒരുമിച്ച് സമയം ഡോക്ടറെ ചെലവാക്കാൻ ഒരു ഈ മടി തോന്നുന്നു. ഡോക്ടറെ ഒരു ചാറ്റ് ബോക്സിൽ ഈ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞ് അമ്പാടിയമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കേൾക്കുന്നില്ല. ഡോക്ടറുടെ സൗണ്ടിന് കുഴപ്പമില്ല, പക്ഷെ മൊബൈലിന്റെ സൗണ്ട് ഫുൾ വോളിയത്തിലാണോ ഇരിക്കുന്നത്? ആ, ഫുൾ വോളിയത്തിലായിരിക്കുന്നത്. ആണോ? ഇടയ്ക്ക് ഈ ദൂരോട്ട് പോകുമ്പോഴായിരിക്കും ഇത്തിരി മുറിയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നന്നായി കേൾക്കുന്നുണ്ട്. അതെന്താന്നറിയാമോ, അതിന്റെ ഒരു മെയിൻ റീസൺ പറഞ്ഞാല്, ഈ ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഇന്നേറ്റ് ഫീല് പുറത്തേക്ക് വരുമല്ലോ. അപ്പൊ അവര് ആ ഒരു സമയത്തായിരിക്കണം, നമ്മളൊരു മദർ ടങ്ങും കൂടെ ആ ഒരു സമയത്തായിരിക്കണം. അതായത് ഈ വാർണിംഗ് സൈൻസ് വന്നാല്, അമ്മാടെ അമ്മ ഐ എം സോറി, വാർണിംഗ് സൈൻസ് എന്താന്ന് വെച്ചാല് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ, ഒരുമിച്ച് സമയം ചെലവാക്കാൻ മടി, പിന്നെ കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരു തർക്കത്തിലേക്ക് ചെന്ന് എത്തിക്കുക, പിന്നെ നമ്മളൊരു മറ്റൊരു ലോകത്ത് എന്താ പറയാ ജീവിക്കുന്ന പോലെ ഒരു തോന്നല്, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്നറിയാമോ, നമുക്കൊരു ഭർത്താവുണ്ട്, നമുക്കൊരു ഭാര്യയുണ്ട്. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അപ്പുറത്തുനിന്ന് കമ്പയർ ചെയ്യാനാണ് താല്പര്യം. അതായത് കൊളീഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഭാര്യമാരെ വെച്ച് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരെ വെച്ച് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സിനിമയിലും ബാക്കിയൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു കമ്പാരിസൺ നടത്തുക. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പം ഫേസ്ബുക്കൊക്കെ ഇൻസ്റ്റയും ഇത് ത്രെഡ്സും ഒക്കെ നോക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോഴാണോ അപ്പൊ എല്ലാവർക്കും 40 വയസ്സിൽ ഇത്, കാര്യം 40കളിലെ പ്രണയം. ഓക്കെ, ഞാൻ അടുത്ത് പറയാൻ വെച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണത്, 40കളിലെ പ്രണയം. അതെന്തോ ഒരു വലിയ സംഭവമായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാല്, അപ്പൊ എന്റെ അമ്മയുടെ തലമുറയിൽ 40കൾ ഉണ്ടായിരുന്നില്ലേ, എന്റെ അമ്മൂമ്മയുടെ തലമുറയിൽ 40 ഉണ്ടായിരുന്നില്ലേ, അതിന് മുന്നത്തെ തലമുറയിൽ 40 ഉണ്ടായിരുന്നില്ലേ? ആക്ച്വലി ഒരു തേർഡ് പേഴ്സണെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമാണ്, തിരിച്ചിറക്കി വിടാനാണ് ബുദ്ധിമുട്ട്. അതെന്താണോന്ന് ഇവർക്ക് മനസ്സിലാവാത്തത്. അതായത് ഒരു ഇന്നത്തെ കാലത്ത് ഒരു തേർഡ് പേഴ്സണെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഒരു മിസ് കോളോ ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതോ, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. പിന്നെ നമ്മുടെ സ്ത്രീകൾ മറന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? സി, ഞാൻ എത്രത്തോളം മീൻസ് ഞാൻ കാണാൻ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അതിനെനിക്ക് മറ്റൊരാളെ സഹായം ആവശ്യമില്ല. ഓക്കെ, പക്ഷെ നമ്മുടെ എല്ലാ സ്ത്രീകളും അല്ല, കുറെ പേര് അങ്ങനെ ഉണ്ട്. ഡോക്ടർ, എന്റെ ഭർത്താവ് ഞാൻ നല്ലതാണ് എന്ന് പറയാറില്ല, പക്ഷെ എന്റെ ഓഫീസിൽ അവര് പറഞ്ഞു ഞാൻ നല്ലതാണ്, ഞാൻ സുന്ദരിയാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ 2 പ്രസവിച്ച ആളാണെന്ന് പറയില്ല. അത് ഇവരെന്തോ ഒരു ക്രെഡിറ്റ് ആയിട്ട്, ഒത്തിരി ലേഡീസ് ഉണ്ട് കേട്ടോ, അത് ഇവരെന്തോ ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാനപ്പോ തിരിച്ച് പറഞ്ഞ ആ ഓൺ ദ സ്പോട്ടിലായിട്ടുള്ള അടുത്ത മറുപടി എന്ന് വെച്ചാല്, നിങ്ങൾ എന്തിനാണ് അത് പറയാനൊരു അവസരം കൊടുക്കും, അല്ലെ? ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി, സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവന്റെ കണ്ണിലാണ് ആ സൗന്ദര്യം, അല്ലാതെ സൗന്ദര്യത്തിന് എന്ന് പറഞ്ഞത് ഇങ്ങനൊരു അളവ് പോലൊന്നും വെച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ ഒരാളുടെ ഉള്ളിനുള്ളിലാണ് സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഭർത്താക്കന്മാരെ കാര്യം,
ഭാര്യമാര് രാവിലെ മുതൽ ഇങ്ങനെ എല്ലാ പണിയെടുത്ത് എല്ലാം വെച്ചുണ്ടാക്കി വീടൊക്കെ അടിച്ചു വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പം ഈ പറഞ്ഞ പോലെ രാത്രിയിൽ ബെഡ്റൂമിലോട്ട് വരുമ്പം അവര് കഥയിലും കവിതയിലും ഒക്കെ വായിച്ച പോലെയോ സിനിമയിൽ കണ്ട പോലെയുള്ള അങ്ങനത്തെ സുന്ദരിമാരെ ചിലപ്പോൾ അവിടെ കാണാൻ കിട്ടില്ല. കാര്യം പണിയെടുത്ത നടുവൊടിഞ്ഞായിരിക്കും വരുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ വീട്ടിൽ എന്തോരം പണികൾ ഉണ്ടായിരിക്കും. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർക്കൊന്നും പോയി ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. ഓക്കെ, പക്ഷെ ഇവർ വല്ലപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഇവരുടെ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർ ഈ പറയപ്പെടുന്ന ഡോക്ടറെ, എന്റെ കൊളീഗ് ഉണ്ട് ഡോക്ടർ, എന്തൊരു പോസിറ്റിവിറ്റി ആണെന്ന് അറിയാമോ, എന്തൊരു വൈബാണെന്ന് അറിയാമോ ഡോക്ടറെ, അവളടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ എനിക്ക് ഇനി രാവിലെ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അതെ, കാത്തിരിക്കും. എന്താണെന്നറിയാമോ, ഭാര്യയ്ക്ക് കുട്ടികളെ നോക്കണം, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ട്, പിന്നെ ചിട്ടിയിലെ ലോണിന്റെയും കഥ അവൾക്ക് തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ല എന്ന് ഗേൾഫ്രണ്ട് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള കുറെ കേസസ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല്, പിന്നെ ഇതിനൊരു ഹീലിംഗ് പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ആദ്യം പറയുന്ന ഇതിന് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്താണ് ഇവർക്ക് ചെക്ക് ലിസ്റ്റ് കൊടുക്കുക. ജനറലി പറയുന്നതാണ്, അതായത് ഇവര് വീണ്ടും റീകണക്ട് ചെയ്യുക എന്ന് പറയും. ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മിനിമം ഒരു 20 to 30 minutes ഒക്കെ ഇവരൊന്ന് എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. ഒട്ടുമേ ഒത്തുപോകാത്ത ആൾക്കാരുണ്ടല്ലോ, സംസാരിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇവർക്കൊരു 20-30 minutes നമ്മുടെ ക്ലിനിക്കിൽ സമയം കൊടുക്കാറുണ്ട്. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ സമയം കൊടുക്കാറുണ്ട്. സ്വന്തം വീട്ടിൽ ഇരുന്ന് സംസാരിച്ചാൽ 10 പൈസന്റെ ചെലവ് പോലും ഉണ്ടാവില്ല. എന്നിട്ട് ക്ലിനിക്കിൽ വന്നിരുന്ന് സംസാരിച്ച് മത്സരിച്ച് ബില്ല് പേ ചെയ്ത് പോകുന്ന ഭാര്യയും ഭർത്താവും. അതായത് അവർക്ക് അവരെ വീട്ടിൽ ചെയ്യാന്നുള്ള കാര്യമേ ഉള്ളൂ. ബിക്കോസ് അങ്ങനെ അല്ല. അത് ഡോക്ടറെ കാണുമ്പോൾ, അതായത് എന്നെക്കാൾ പ്രായം കൂടിയ ആൾക്കാരാണ്. ഓക്കെ, അത് ഡോക്ടറെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമുണ്ട്. ഡോക്ടർ ആകുമ്പോൾ എന്റെ പക്ഷം പിടിക്കും. അതായത് ഭർത്താവും തലേ ദിവസം എനിക്ക് മെസ്സേജ് ഇടും, ഭാര്യയും തലേ ദിവസം മെസ്സേജ് ഇടും, ഡോക്ടർ നാളെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയാം. ഒന്നുമല്ല കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന ഒരു ചുറ്റുപാട്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വന്നൊരു ചുറ്റുപാട്, ഈ ചുറ്റുപാട് മാത്രം മതി നമുക്ക് മറ്റൊരാളെ കേൾക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച നമ്മളെ ലൈഫില് സഫറിങ്സ് ആൻഡ് മൈൽ സ്റ്റോൺസ്, ഇത് മാത്രം മതി നമുക്ക് ഒരാളെ കേട്ടിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ വിളിച്ചിരുന്നു. ഞാന് ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ, ഡോക്ടർ എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് കൗൺസിലിങ്ങിന്റെ ആവശ്യമില്ല, രണ്ടുമില്ല, ബിക്കോസ് ഞാൻ ഹെൽത്തിയാണ്, എനിക്ക് വേറെ അസുഖ പ്രശ്നങ്ങളോ ഒന്നുമില്ല, പക്ഷെ ഡോക്ടർ എനിക്ക് സെഷൻ തരണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് അപ്പൊ നിങ്ങൾക്ക് സെഷന്റെ ആവശ്യം? സ്വാഭാവികമായിട്ടും ചോദിക്കണമല്ലോ, എന്തിനാണ് നിങ്ങൾക്ക് സെഷന്റെ ആവശ്യം? അയ്യോ ഡോക്ടറെ തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ഓഡിയോ കോൾ ആയാലും കുഴപ്പമില്ല, എനിക്ക് വീഡിയോ സെഷൻ തന്നെ വേണമെന്നില്ല, ഓഡിയോ കോൾ ആയാലും കുഴപ്പമില്ല, ഡോക്ടർ എനിക്കൊന്ന് ഒരാൾ എന്നെ കേട്ടിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഓക്കെ, ഒരു 42 or 43 years ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഒരാൾ എന്നെ കേട്ടിരിക്കണം എന്ന എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല, പക്ഷെ ഞാൻ അച്ചീവ് ചെയ്ത എന്റെ പ്രൊഫഷണൽ അച്ചീവ്മെന്റ്സ് ഉണ്ടല്ലോ, അതെങ്കിലും എനിക്ക് ഒരാളെടുത്ത് പറയണം, ഞാൻ ഇത്രയും ക്രോസ് ചെയ്ത് വന്നു, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്ന് കേൾക്കാൻ പൈസ കൊടുത്ത് ഒരാളെ കണ്ടെത്തേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ പേയ്മെന്റ് ഒന്നും വാങ്ങിയില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, സാറിന് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല, സാറിന് ഞാൻ 2-3 മിനിറ്റ് സമയം തരാം, സാറിന് സംസാരിക്കാം, അല്ലെങ്കിൽ സാറിന് എന്തെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, നമ്മൾ അസുഖമില്ലാത്ത ഒരാളെ അങ്ങനെ എൻകറേജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ നമുക്കൊരു പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് കേൾക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു നല്ല ഹോമിയോ ഡോക്ടർ ആരാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതില്ലേ, നമ്മൾ പണ്ട് സ്കൂളിൽ ലിറ്റ്മസ് പേപ്പറും ബ്ലോട്ടിംഗ് പേപ്പറും ഒക്കെ പഠിക്കുമല്ലോ, ഇങ്ങനെ ഇടുമ്പോൾ അത് അപ്പൊ തന്നെ ഡ്രോപ്പ് അബ്സോർവ് ചെയ്ത് പോകുമല്ലോ എന്ന് പറയുന്ന പോലെ, നമ്മളും അങ്ങനെ നല്ല അബ്സോർബേഴ്സ് ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല ഡോക്ടറായിട്ട് മാറാന്ന് തോന്നാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒത്തുപോകാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവര് നമ്മൾ വീണ്ടും എന്താ പറയാ, പ്രണയിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ എത്രയോ ഭാര്യമാരുടെ ലവ് ലെറ്റേഴ്സ് ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് എന്റെ സെഷനിലുള്ള ഭാര്യമാരുടെ ലവ് ലെറ്റേഴ്സ്. അപ്പൊ അവരൊരു ഡോക്ടർ വീണ്ടും എഴുതണോ? ഞാൻ പറഞ്ഞു എഴുതണം,
കാരണം നാട്ടുകാർക്കല്ലല്ലോ എഴുതുന്നത്, നിങ്ങളുടെ സ്വന്തം ഭർത്താവിന് നിങ്ങളുടെ കുട്ടികളുടെ അച്ഛന് തന്നെയല്ലേ എഴുതുന്നത്. അപ്പം പറയാം അത് അങ്ങനെയല്ല ഡോക്ടറെ. സി അതിൽ നമ്മൾ ഇമോഷൻസ് ഇപ്പം എന്താ പറയാ, ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തമാണ്. ഓക്കെ, നമ്മൾ പൊതുവേ പറയാറുണ്ട് സ്നേഹത്തിന് വേണ്ടിയോ കെയറിന് വേണ്ടിയോ നമ്മൾ ആരെടുത്തും എന്താ പറയാ ബെഗ് ചെയ്യരുത്, നമ്മൾ അവരുടെ പുറകെ പോകരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഇപ്പൊ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്ന് പറയുന്നത് എനിക്ക് അവകാശപ്പെട്ട വസ്തുവാണ്. ഓക്കെ, അവിടെ ഞാൻ കുറച്ച് താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഒരുമിച്ച് ജസ്റ്റ് ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവുക, പഴയ എന്തെങ്കിലും മെമ്മറീസ് നമ്മൾ അത് എത്രയോ പേര് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എനിക്കിനി ഇവള് വേണ്ട, ഇവളുടെ കൂടെ ജീവിക്കേ വേണ്ട എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ്. പക്ഷെ പഴയ എന്തെങ്കിലും ഫോട്ടോ ഇവിടെ വെക്കുമ്പോൾ ഒരു കാലത്ത് അവർ സ്നേഹിച്ചിരുന്നവരാണ്. ഓക്കെ, ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ആ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് എന്താ പറയുന്നത്, ഡോക്ടർ എന്റെ മോൾക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എന്നോ ഒരിക്കല് എപ്പോഴോ അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞ് അത് സ്വപ്നം കണ്ട് എന്റെ മോൾ ഇത്രയും വർഷം ജീവിച്ചു ഡോക്ടർ. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്റെ മോൾക്ക് അത് മനസ്സിലാവുന്നു. ഓക്കെ, 3 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ഇപ്പൊ അവര് രണ്ടുപേരും ഒരുമിച്ച് ആ ആ അവര് വന്നിട്ട് വീണ്ടും ഒരു കുഞ്ഞും കൂടെ ആയി സുഖമായിട്ട് ജീവിക്കണം. മനസ്സിലായല്ലേ? ഒരു തെറ്റിദ്ധാരണ, ഒരു അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് അവര് 7 വർഷം ഈ പറഞ്ഞ പോലെ 2 മുറികളിലായിട്ട് അവർ ജീവിച്ചു, ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയും. അതായത് നീ ഇങ്ങനെ ചെയ്യുന്നു, നീ അങ്ങനെ ചെയ്യുന്നു, നിങ്ങൾ അല്ലെങ്കിലും അങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് മറ്റേ കാര്യം ഇങ്ങനെ ചെയ്താൽ വലിയ ഇപ്പൊ ഞാനൊരു കാര്യം വേണ്ടേ, ഞാനിപ്പോ ഒരു ചുരിദാർ ഇട്ട് വരാണ്. അപ്പൊ എന്റെ മുഖത്ത് നോക്കി മാഡത്തിന് ഈ ചുരിദാർ അത്ര പോരാ, ഈ ചുരിദാർ കൊള്ളൂല, നിനക്ക് ഇതേ കിട്ടിയുള്ളൂ എന്ന് അങ്ങനെ മാഡത്തിന് ചോദിക്കാം. തിരിച്ച് ഡോക്ടർ അന്ന് ഇട്ടിരുന്ന ആ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് എവിടുന്ന് വാങ്ങിയതാ, അത് കുറച്ചുകൂടെ അത് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. ആ പറയുന്നതിന്റെ അർത്ഥം എന്താണ്, ഈ ഇട്ടതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതാണ് അത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെയും പറയാമല്ലോ. പണ്ട് നമ്മള് സ്കൂളിൽ വന്നിട്ട് ഈ പാസ്റ്റും പ്രസന്റൻസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിൽ ഒരു 2 സെന്റൻസ് എനിക്ക് ഞാൻ അതായത് രാമ കിൽഡ് രാവണ ആൻഡ് രാവണ വാസ് കിൽഡ് ബൈ രാമ. ഓക്കെ, ഇത് അതായത് രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. രാമൻ രാവണനെ കൊന്നു, രാമനാൽ രാവണൻ വധിക്കപ്പെട്ടു. ഓക്കെ, അതായത് അന്ന് എന്നെ ഗ്രാമർ പഠിപ്പിച്ച ആ സാറ് പഠിപ്പിച്ച ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, രാജശേഖരൻ സാറ്, താങ്ക്സ് ടു യു. ഓക്കെ, അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഞാൻ എത്രയോ പേരടുത്ത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാരും കേട്ടിട്ടുള്ള വേറൊരു കഥ, ഒരു ജോത്സ്യന്റെ കഥയുണ്ടല്ലോ. അതായത് രാജാവ് നാട് നീങ്ങുന്നു, അപ്പൊ അയാളെ തല വെട്ടി, അങ്ങനെ കണ്ടാണ് കഥ. അടുത്ത ജോത്സ്യം വന്നിട്ട് പറയും യുവരാജാവ് ഉടനെ തന്നെ പട്ടാഭിഷേകം ചെയ്യുമെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണ്, ഇരിക്കുന്ന രാജാവിന് എന്തെങ്കിലും സംഭവിച്ചാലല്ലേ യുവരാജാവ് രാജാവുള്ളൂ. പറഞ്ഞത് രണ്ടും സെയിം ആണ്. പക്ഷെ ആദ്യത്തെ ആൾക്ക് പണിഷ്മെന്റും കിട്ടി, ക്യാപിറ്റൽ പണിഷ്മെന്റും കിട്ടി, രണ്ടാമത്തെ ആൾക്ക് കൈ നിറയെ സമ്മാനങ്ങളും കിട്ടി എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയാണ്. പിന്നെ 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 ഇപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാല് ഏറ്റവും അടുത്ത വിശ്വസനീയമായ ആൾക്കാരോട് മാത്രമേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാവൂ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയാമോ, പണ്ട് എന്റെ ലൈനായിരുന്നു, ഇപ്പൊ അവൻ അവളെ ലൈനായി മാറി. ഓക്കെ, അതെങ്ങനെയാന്ന് നമ്മൾ കഥ ചോദിച്ചു വരുമ്പോഴാണ് മനസ്സിലാവണത്. അതായത് രണ്ടുപേരും നമ്മൾ ഇഷ്ടത്തിലാണ്, ഒരു കൂട്ടുകാരി അസിസ്റ്റന്റുമാണ്. അപ്പൊ ഇവര് തമ്മിൽ പിണങ്ങുമ്പം അത് മീഡിയേറ്റർ ആയിട്ട് പോകുന്നത് ഈ കൂട്ടുകാരായിരിക്കും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ കൂട്ടുകാരി മറ്റേ ആളായിട്ട് ലൈനാവും. ഇത് സ്കൂളിലൊക്കെ സ്ഥിര സംഭവമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയും സംഭവിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ക്ലോസസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകാരും ബാക്കിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് പാർട്ട്ണർ അറിയാതെ മറ്റേ ആളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഫിസിക്കലി ഉണ്ടായിരിക്കും, വെർബലി ഉണ്ടായിരിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അതിനാരാണ് അവസരം ഉണ്ടാക്കുന്നത്? ആക്ച്വലി നമ്മളാണ് അവസരം ഉണ്ടാക്കുന്നത്. അതായത് ഒരു മെയിലായാലും ഒരു ഫീമെയിൽ ആയാലും, അതായത് ഒരു ഭാര്യ ആയാലും ഒരു ഭർത്താവായാലും അതിർ വരുമ്പുകൾ കൃത്യമായും സൂക്ഷിക്കണം.
അന്ന് അന്നൊരു പക്ഷക്കാരെയാണ് ഞാൻ. അതായത് ആ അതിർവരമ്പ് നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസ് ഒന്നും ബ്രേക്ക് ചെയ്യാണ്ട് ഒരു അതിർവരമ്പ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ആക്ച്വലി നമ്മൾ വന്നിട്ട് മാറാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഇപ്പം ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും വൈഫിന്റെ അടുത്താണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. നമ്മൾക്ക് വേണ്ടി അവർ മാറുക എന്നുള്ളതല്ല, അവർക്ക് സ്വന്തമായിട്ട് മാറാൻ തയ്യാറാണോ എന്നുള്ളതാണ്. അവരങ്ങനെ മാറാൻ തയ്യാറാണ് എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ഈ എന്താ നമ്മളൊരു സൈക്കോളജി അല്ലെങ്കിൽ ഫിസിക്കലിയോ ഇമോഷണലി അവരുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഇപ്പൊ ന്യൂറോബയോളജി ആണെങ്കിലും അല്ലെങ്കിൽ സൈക്കോളജി ആണെങ്കിലും ഇതൊക്കെ ശാസ്ത്രീയമായി ബന്ധപ്പെട്ടതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മളത് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. സമയം അതിക്രമിച്ചു പോകുന്നതുകൊണ്ട് ഇടയിൽ കുറെ കാര്യങ്ങൾ ഞാൻ വിടുവാണ്. ഇപ്പൊ മാനസിക ദൂരം, അതായത് ഇമോഷണൽ ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ ഒരു പോയിന്റ് അതാണ്. അതെന്ന് പറഞ്ഞാല് ഒരു 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 ബന്ധത്തിലെ ബോണ്ടിങ് കുറഞ്ഞു വരുമ്പോൾ ഓക്സിറ്റോസിൻ കുറയുന്നു. ഓക്കെ, അതായത് ആ ഓക്സിറ്റോസിൻ കുറയുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു ഡെയിലി ഒരു 10 to 15 മിനിറ്റ്സ് നമ്മളുടെ ഇമോഷണൽ ചെക്ക് ഉണ്ടാക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടും ചോദിക്കാം, എന്താ പറയാ, ഇന്ന് എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എന്താണ് എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ കാര്യം എന്ന് എനിക്കും ചോദിക്കാം, ടു ദ അതർ വണ്ണും ചോദിക്കാം. അപ്പൊ അവിടെ എന്താ പറയാ, ഒരു വാലിഡേഷൻ ടെക്നിക്ക് എന്ന് അതിനെ പറയാം. അപ്പൊ അങ്ങനെ ചോദിച്ചു വരുമ്പം ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവുന്നുണ്ട്, നീ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പതിയെ ഒരു ചക്കരയിലോ അടയിലോ ഒക്കെ വേണമെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, അതായത് ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് പ്ലസ് ബോണ്ടിങ് ആണ്. ഇമോഷണൽ വാലിഡേഷൻ ഈസ് ഈക്വൽ ടു ട്രസ്റ്റ് പ്ലസ് ബോണ്ടിങ് ആണ് അവിടെ വരിക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ നമ്മൾ പറഞ്ഞല്ലോ. അതായത് നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾസിൽ വരാൻ ക്രിറ്റിസിസം, ഡിഫെൻസീവ്നെസ്, ഇതൊക്കെയാണ് അവിടെ വരിക. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്രിറ്റിസിസം ഒരു കംപ്ലൈന്റ് ആക്കി മാറ്റുക എന്നുള്ള രീതി. അതായത് നീ എപ്പോഴും അങ്ങനെയാണ്, നീ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു. പിന്നെ ആക്റ്റീവ് ലിസണിങ് നമ്മൾ പറഞ്ഞു. അപ്പൊ ആക്റ്റീവ് ലിസണിങ് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാല് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അറ്റത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അതിൽ തുടങ്ങി നമ്മൾ അടുത്ത് വീണ്ടും ചോദിക്കാം. ഓക്കെ, അപ്പം ഓ നീ പറഞ്ഞത് ഇതായിരുന്നു അല്ലേ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയായിരുന്നു അല്ലേ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മൊബൈൽ വെച്ചിട്ട് ഉം 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 ആ നിങ്ങൾ ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല. നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നത്? കേൾക്കണുണ്ട്. പിന്നെ ഒരു ടീമുണ്ട്, അതായത് ഭാര്യ സംസാരിച്ച് തുടക്കുന്നതിന് മുമ്പേ തന്നെ കൂർക്കം വലിച്ചുറക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് ഭാര്യ സംസാരിക്കുന്നതാണ് ഉറങ്ങാനുള്ള ഒരു സ്റ്റിമുലേഷൻ എന്ന് പറയാം. അപ്പൊ ഇങ്ങനത്തെ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ ഒരു 40 to 60% കോൺഫ്ലിക്ട്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫിസിക്കൽ ഡിസ്കണക്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ഒരു ടച്ച് ഡിപ്രിവേഷൻ എന്ന് പറയും. ടച്ച് ഡിപ്രിവേഷൻ വരുമ്പോൾ നമ്മൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ വന്നിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിന് വന്നിട്ട് നമ്മൾ എന്താ പറയുന്ന പറഞ്ഞാല് നമ്മൾ ഒരു ഉമ്മ വയ്ക്കുക, അല്ല ഒരു 6 seconds എങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഉമ്മ വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 seconds എങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് കൈ പിടിക്കുക, ഒപ്പം ഇരിക്കുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ബോഡിയിൽ ഓക്സിറ്റോസിൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞ പോലെ ബോണ്ടിങ് കൂടും. ബോണ്ടിങ് ഒരു സൈഡിൽ കൂടെ കൂടും, അപ്പുറത്തെ സൈഡിൽ സ്ട്രെസ് ഇങ്ങനെ താഴേക്ക് പോകും. ഇപ്പം ഉമ്മ വയ്ക്കുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമൊന്നുമല്ല. അതായത് ഇപ്പം നമുക്ക് എന്താ പറയാ, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ സമയത്ത് മാത്രം എന്നുള്ളതല്ല. നമുക്ക് നെറ്റിയിൽ ഉമ്മ കൊടുക്കാം, കവളിൽ ഉമ്മ കൊടുക്കാം, കയ്യിൽ ഉമ്മ കൊടുക്കാം, നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. അതൊക്കെ ബിക്കോസ് ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ സ്ട്രെസ്സിന്റെ ഓവർലോഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതായത് ഭയങ്കരമായ സ്ട്രെസ് ഇങ്ങനെ കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരാളെ സ്നേഹിക്കണം എന്നൊരു തോന്നലേ ഉണ്ടാവാറില്ല. നമുക്ക് ഈ പ്രാരാബ്ദങ്ങൾ എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെച്ചാൽ മതി എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ എത്തും. നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ
നമ്മളൊന്നും കാണുന്നുണ്ടാവില്ല. നമ്മൾ കാണുന്നതൊക്കെ നമ്മളുടെ എന്താ പറയാ, നമ്മളെ EMIs ആയിരിക്കും കാണുക. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഇനി ഇനി വാങ്ങി കൂട്ടേണ്ട ആ ഒരു ആർത്തി, അത് എനിക്ക് വേണം, ഇതെനിക്ക് വേണം, പിന്നെ എന്റെ ഇപ്പോഴത്തെ വണ്ടി അത്ര പോരാ, പിന്നെ ക്ലബ്ബിൽ പോയപ്പം അവര് ഓഡിയാക്കി, ഇവര് ഇവര് C ക്ലാസ് ആക്കി, ബെൻസ് ആക്കി, സോ ഐ നീഡ് ടു, പിന്നെ മറ്റവന്റെ മോളുടെ കല്യാണം 15 ലക്ഷം രൂപ ഉള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു, അപ്പൊ എനിക്ക് അതിൽ നിന്ന് ഒരു 1 ലക്ഷമെങ്കിലും കൂട്ടി വാങ്ങണം. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഇത് ക്രോണിക് ആയിട്ട് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഇമോഷണലി ഷട്ട് ഡൗണിലേക്ക് പോകും. അവിടെയും പറയാന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു സ്ട്രെസ് റെഡ്യൂസിങ് കോൺവെർസേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മള് അതായത് ഒരാള് കാം ആവുമ്പോൾ അത് പതിയെ പതിയെ മറ്റേ ആൾക്കും കാംനെസ് കിട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സംശയരോഗവും, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവിടെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രസ്റ്റ് ബ്രോക്ക് ചെയ്താൽ തന്നെ വേറൊരു ഇൻസെക്യൂർ ഫീൽഡിലേക്ക് മാറുകയാണ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് ചെറിയ ചെറിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് അത് പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ ട്രാൻസ്പാരൻസി, ഒരിക്കലും ലോസ്റ്റ് ആയി പോയ ട്രസ്റ്റും ട്രാൻസ്പാരൻസിയും തിരിച്ചെടുക്കാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ എന്നാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു മറച്ചു വെക്കൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഞാൻ ജയിക്കണം, നീ ജയിക്കണം. ഓക്കെ, എനിക്ക് രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, പക്ഷെ അവരൊരു 48 വർഷം ഒന്നിച്ച് ജീവിച്ചു കേട്ടോ. ഈ 48 വർഷം അവർ ജീവിച്ച എന്തിനാണെന്ന് അറിയാമോ? ആ പഞ്ചായത്തിലെ ഏറ്റവും, അതായത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയണം. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്ഥിരം മത്സരം എന്താണെന്ന് അറിയാമോ? ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കരം അടയ്ക്കുന്നത് ഞാനാണോ നീയാണോ? ഓക്കെ, ഒരു തവണ ഒരാൾക്ക് കിട്ടും, അടുത്ത തവണ അടുത്ത ആൾക്ക് കിട്ടും. പക്ഷെ അവർ ആ കരമടച്ച് ഒടുങ്ങി എന്നുള്ളതല്ലാതെ അവർ ആക്ച്വലി ജീവിച്ചിട്ടേ ഇല്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ജയിക്കണം ജയിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. അതെന്നെ നമ്മൾ പറയുന്നത് പറഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു റീഫ്രെയിമിങ് ടെക്നിക്സ് ആണ് അവർക്ക് അവിടെ കൊടുക്കാൻ പറ്റുക. പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് ഒരു അപ്പോളജി ഫീൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വെച്ച് നമുക്ക് ബാക്കി വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ലൂപ്സ് എന്ന് പറയാം. അതായത് നെഗറ്റീവ് പാറ്റേൺസ്, അതായത് ഒരേ കാര്യം തന്നെ, സെയിം ഫൈറ്റ് തന്നെ വീണ്ടും 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 വരും. അതൊരു ഒരു പാറ്റേൺ ഇൻട്രപ്ഷൻ ആണ്. അതായത് ആ ഒരു ലൂപ്പ് അല്ലെങ്കിൽ ആ പാറ്റേൺ വന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ വേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചവിട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഇവര് വോയിസ് അയക്കും അല്ലെങ്കിൽ വീഡിയോ അയക്കും, അത് മറ്റേ ആൾ അറിയാതെ അയക്കും, അടിയിലിടയിൽ അയക്കുന്നതാണ്. ഈ അയക്കണ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ വിചാരിക്കും ഇപ്പൊ അവിടെ കൊലപാതകം നടക്കുമെന്ന് നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ അങ്ങനെ തോന്നുന്ന സമയത്ത് ഒരാളെങ്കിലും നമ്മൾ പറയുന്ന കേൾക്കുന്ന ആളായിരിക്കും. അപ്പൊ ആ ആളോട് നമ്മൾ പറയേണ്ട എന്താന്ന് പറഞ്ഞാല് അടുത്ത റൂമിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒന്ന് മേലെ എഴുതി തിരിച്ചു വരിക, അല്ലെങ്കിൽ കിച്ചണിലേക്ക് പോയിട്ട് ഞാൻ പറയാം, ഈ കൈത്തണ്ട ഒന്ന് പൈപ്പിലോട്ട് നീക്കി വെച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ കുറച്ചു നേരം കണ്ടിന്യൂസ് ആയിട്ട് ഈ രണ്ട് കൈത്തണ്ടയിലും ആ വെള്ളം ഒന്ന് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ആംഗിൾ റീജിയനിൽ പോയിട്ട് പൈപ്പ് തുറന്നു വിടുക. അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒന്ന് മേലെ എഴുതി തിരിച്ചു വരിക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറയാറുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിലാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് പിന്നെ ചില മനുഷ്യരുണ്ട്, അവര് നമ്മളടുത്ത്, അതായത് ടു ദ കൗൺസിലർ അല്ലെങ്കിൽ ടു ദ ഡോക്ടർ, അവരോട് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ പോലും ഇങ്ങനെ വലിഞ്ഞു മുറുകി ഇങ്ങനെ കിതച്ച് വന്നിട്ട് നമുക്ക് വി ക്യാൻ ഫീൽ ദാറ്റ്, ബിക്കോസ് അവരെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന നമുക്കറിയാൻ പറ്റും. ഡോക്ടർ ഞാൻ എത്രയൊക്കെ സഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഡോക്ടറെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി എനിക്ക് സത്യം പറഞ്ഞ പാവം തോന്നും. എന്താണെന്നറിയാമോ? സഹിച്ച് അതിന്റെ അങ്ങറ്റം പറ്റിയിട്ടാണ് ആ മനുഷ്യൻ നമ്മളടുത്ത് അങ്ങനെ പറയുക. ഓക്കെ, മറ്റൊരു ലേഡീസ് വന്നിട്ട് ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് നമ്മളടുത്ത് സംസാരിക്കും. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതെ, ഭയങ്കര സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 പേരുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കും, എന്ന് വെച്ചാൽ അവരൊരു ഇന്നസെൻസും കൂടെയാണ് അത് അങ്ങനെ പുറത്തു വരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇമോഷണൽ നെഗ്ലക്റ്റ്, അതായത് ചില സമയത്ത് പാർട്ട്നേഴ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടി വരും. ചില സമയത്ത് അങ്ങനെ ചെയ്യാനും പാടില്ല. അപ്പൊ നമ്മൾ ഈ ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ലവ് ലാംഗ്വേജസിലാണ് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ലവ് ലെറ്ററും ബാക്കി കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞില്ലേ, വേർഡ്സ്, ടൈം, ഗിഫ്റ്റ്സ്, സർവീസ്, ടച്ച്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് പാർട്ട്ണർ എന്താണ് വാല്യൂ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്താ പറയാ,
നമ്മൾ എത്ര പുറമെ എത്ര പരുക്കനാണ് അല്ലെങ്കിൽ പരുക്കത്തെയാണെന്ന് വിചാരിച്ചാലും ചില സിറ്റുവേഷൻസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്താൽ ഒന്ന് താഴേക്ക് ഇറങ്ങി വന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം. ആ ഒരു റീബിൽഡിംഗ് അവിടെ ഉണ്ടാവാത്തതാണ് പ്രശ്നം എന്നുള്ളത്. ഒരു ഷെയർഡ് ആക്ടിവിറ്റീസ്, ഇപ്പൊ ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലഷർ ബോണ്ടിങ് കൊടുക്കുക, പിന്നെ പുതിയ പുതിയ എക്സ്പീരിയൻസസ് നൽകുക. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ അവിടെ നമ്മുടെ ക്ലിനിക്കിൽ സ്പേസ് കുറവാണ്. പക്ഷെ എന്നാലും അവിടെ ഇതില്ലേ, സ്നേക്ക് ആൻഡ് ലാഡർ, പിന്നെ ലൂഡോ, പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ പരിമിതമായ സ്ഥലത്ത് നമ്മൾ അത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവരെയൊക്കെ കൊണ്ട് അത് കളിപ്പിക്കുകയും ചെയ്യും. അതായത് അത് കാണാനും നല്ല രസമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്, ഡിവൈഎസ്പിമാരും, അതായത് ഡിവൈഎസ്പി എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് കമ്മീഷണറിന്റെ ആ റാങ്കിൽ വരുന്ന ആൾക്കാരാണ്. അവര് ഭാര്യയായിട്ട് നമ്മളടുത്ത് വന്നിരുന്നത് കളിക്കുന്ന ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്ക്. നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ? കാരണം ഇവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഇവര് നമ്മളെ ഇട്ട് ചാടിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ IPC അങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണെന്നൊക്കെ, CRPC ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇനി അങ്ങനെ ഒരു യൂണിഫോമും വിഷയമൊന്നും അല്ല കേട്ടോ. മനസ്സിന് ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ സങ്കടം വന്നാൽ എല്ലാരും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു ജെന്യൂൻ അപ്രീസിയേഷൻ. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും നമ്മളുടെ വഴികളിലേക്ക് പോകുമല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എത്രയോ വർഷമായിട്ട് നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുന്നവരാണ് നിങ്ങളെ ഭാര്യമാര്, അല്ലേ? അപ്പൊ ഒരു ദിവസം ഇന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്നും കിട്ടുന്ന കറി ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഇന്നെങ്കിലും ഭക്ഷണം കഴിച്ച് എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പറയാലോ, ആ കറി വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാലോ. അല്ലെങ്കിൽ ഇതിന് നീ എന്തെങ്കിലും പുതിയ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇന്ന് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയാലോ. അങ്ങനെ പറയുന്നോണ്ട് ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ തിരിച്ച് ഭർത്താക്കന്മാരുടെ കാര്യം, അവര് നമുക്ക് വേണ്ടി എത്രയോ ഭാരം വലിച്ച ആൾക്കാരാണ്. ഓക്കെ, അവര് ആക്ച്വലി അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ. നമ്മളൊരു പ്രൊട്ടക്ഷൻ തരുന്നത് അവരാണല്ലോ. നമുക്ക് അവരെ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോ, അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ഈഗോ ഹർട്ട് ചെയ്യാത്ത തരത്തിൽ അവർക്ക് നമുക്ക് അപ്രീസിയേഷൻ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അത് ചെയ്യില്ല. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ, ഇപ്പം വൈഫ് വെള്ളം എടുത്തു കൊടുക്കണം, വെള്ളം അവിടെ ഉണ്ട്, ബോട്ടിലുണ്ട് അല്ലെങ്കിൽ ജഗ്ഗിലുണ്ട്, അതൊക്കെ നമുക്കറിയാം. എന്നാലും സ്നേഹത്തോടെ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കണം എന്ന് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. പക്ഷെ അപ്പോഴും ഭാര്യ എന്താ പറയാന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കില്ല, നമുക്കൊന്ന് എടുത്തൂടെ, നീ ഇവിടെ വെച്ചിട്ടല്ലേ പോയത് എന്ന് പറയുന്നതിന് പകരം ഒരു ഗ്ലാസ് നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ ദാമ്പത്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഡോക്ടറെ ഫീലിങ്സ് കൊണ്ട് 23 ആയി ആ ഒറ്റ ശ്രദ്ധിച്ചിരുന്ന സമയം പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. 23 ഒറ്റ സെക്കൻഡ്. ഈ ഫീലിങ്സ് കൊണ്ട് മാത്രമുള്ള ഒരു സംഭവമൊന്നുമല്ല. നമ്മളൊരു ബ്രെയിൻ കെമിസ്ട്രി, നമ്മളുടെ ബിഹേവിയർ പാറ്റേൺസ്, നമ്മളൊരു ഇമോഷണൽ സേഫ്റ്റി, ഇതെല്ലാത്തിന്റെ ഒരു ആകെത്തുകയാണ് ദാമ്പത്യം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. ഡോക്ടർക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാൻ കാണും വെച്ചാൽ ഇതൊരു എന്താണ്, അനന്തമായി നീണ്ടുകൊണ്ട് എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. ഓരോരുത്തരുടെയും ജീവിത പ്രശ്നങ്ങളുമാണ്. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് സമയക്കുറവ് മൂലം നിർത്തേണ്ടി വന്നതാണ്. എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ചെറിയൊരു ഇന്ററാക്ഷൻ എങ്കിലും ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ആർക്കും അഭിപ്രായങ്ങൾ പറയാം. ഹാൻഡ് റൈസ് ചെയ്യുന്ന മുറയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്, ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്യാം. റിജി ഡോക്ടർ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ സമീപ നമ്മൾ ഈ സമകാലീന പ്രസക്തിയുള്ള വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ചത്. കാരണം മിക്കവാറും വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെയൊക്കെ ക്ലിനിക്കുകളിൽ ഓരോരുത്തർ ഒന്ന് കഥ പറയുമ്പോഴും അവരുടെ ജീവിതം പറയുമ്പോഴും അതെല്ലാം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ അഡ്ജസ്റ്റ്മെന്റിലൂടെ ഒന്ന് സ്വരം താത്തിയാൽ അല്ലെങ്കിൽ ഒന്ന് മൂളിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾക്കാണ് ഡൈവോഴ്സും, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുന്നതിനകം തന്നെ ഡൈവോഴ്സ് ചെയ്യണമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് നമ്മൾ കണ്ട് അതിനു മുമ്പ് ഭയങ്കര ഒരു മണിക്കൂറൊക്കെ പ്രണയിക്കുകയും ഫോണിലൂടെ ചാറ്റ് ചെയ്യുകയും ചെയ്ത ആൾക്കാർക്ക് പിന്നീട് സംസാരിക്കാൻ നേരമില്ല. അത്ഭുതം തോന്നി ഇതെങ്ങനെ മാറിയെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും
അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ വേറൊരാൾ കയറി പറ്റി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് പലരുടെയും മനസ്സിൽ. യഥാർത്ഥത്തിൽ അങ്ങനെ കയറി പറ്റുന്നൊന്നുമല്ല. ആ, ഇനി ഇങ്ങനെയൊക്കെ മതി, അല്ലെങ്കിൽ എന്നെ അവൾക്ക് അറിയാം, അവൻ എന്നെ അറിയാം എന്നുള്ളൊരു അതൊരു അബദ്ധധാരണയാണ്. നമ്മൾക്ക് എത്ര അറിയാമെങ്കിലും എത്ര പരിചിതമാണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും അത് പുതുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ, ആ, അതുകൊണ്ടാണല്ലോ നമ്മുടെ നിലവിളക്കുകളെല്ലാം എപ്പോഴും തേക്കുന്നതും. അല്ലെങ്കിൽ അതുപോലെ ഒരിക്കൽ പണിത് വെച്ചാൽ ആ നിലവിളക്കിനകത്ത് എണ്ണ ഒഴിച്ച് എന്നും കത്തിച്ചു തിരി കത്തിയാൽ പോരെ. എന്തിനാണ് ഇത് തേക്കുന്നത്? അപ്പൊ ആ ഒരു തേക്കല് നമ്മൾ എന്നും ചെയ്യുകയാണെങ്കിൽ ആ, ഈ ഈ പറഞ്ഞ ആ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ സോൾവ് ചെയ്യാൻ ഈ അഭിപ്രായത്തോടൊപ്പം ഒരു പരിധിവരെ നമ്മുടെ മരുന്നുകൾക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗം, അതായത് ഈ ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലാത്ത പല ആൾക്കാരും, കാരണം എവിടെ ചെന്നാലും ഉപദേശമാണ് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഉപദേശം കൊടുക്കുന്നതിന് പകരം ഉപദേശികളായ നമ്മുടെ മരുന്നിനെ കൊടുത്താൽ അവർ സൂപ്പറായിട്ടുള്ള ഉപദേശം കൊടുക്കുകയും അവരറിയാതെ തന്നെ അവരെ പഴയ രീതിയിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് എനിക്ക് വിജി ഡോക്ടറോട് പറയാനുള്ളത്. വളരെ ഗംഭീരമായിരുന്നു. ഇനിയും ധനേഷ് ഡോക്ടർ പറയുന്ന കേൾക്കുന്നില്ല. വൈദ്യർ ഡോക്ടർക്ക് സംസാരിക്കാമോ? ആ, വൈദ്യർ ധനേഷ് ഡോക്ടർ ഡോക്ടർ വീഡിയോ ഒക്കെ ആ ഓണാക്കിയിരിക്കുകയാണ്. ധനേഷ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ 100% യോജിക്കുന്നു. റിജീഷ് റഷീദ് ഡോക്ടറിന്റെ ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു, വളരെ പ്രയോജനമായിരുന്നു. അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പം ധനേഷ് ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പം ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മുടെ മെഡിസിന്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടി ഡോക്ടർ ഷെയർ ചെയ്താൽ. അല്ല ഡോക്ടറെ, നമുക്ക് അതിന് വേറൊരു സെഷൻ തന്നെ നമുക്ക് വെക്കാം. അതെ. പിന്നീട് ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ നേരത്തെ ഒരു ക്ലാസ് കേട്ടപ്പോൾ ഡോക്ടറെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട് ഡോക്ടറെ വിളിച്ചിരുന്നു. ഡോക്ടർ കിട്ടുന്നില്ല, വാട്സാപ്പിലൊന്നും കിട്ടത്തില്ല, വേറെ ഭാഷയിലൊക്കെ മറുപടി പറയുന്നത്. അപ്പൊ അസിസ്റ്റൻസ് വല്ല ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ദയവായിട്ട് ഞാൻ ഉറപ്പായിട്ടും ധനേഷ് സാറിന്റെ നമ്പർ വാങ്ങിയിട്ട് നാളെ ഉറപ്പായിട്ടും ഞാൻ സാറിനെ വിളിക്കുന്നതായിരിക്കും. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം ഡൽഹിയിലായിരുന്നു. മേ ബി ആ സമയത്തായിരിക്കും സാറ് വിളിച്ചിട്ടുണ്ടാവുക. സോറി. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഓക്കെ വൈദ്യര് ഡോക്ടറെ, സന്തോഷം. എന്തായാലും വൈദ്യര് ഡോക്ടർ പറഞ്ഞത് റിജി ഡോക്ടർ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിന്റെ ഒരു മെഡിസിനൽ ആസ്പെക്ട് കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ഓക്കെ, അടുത്തത് അമ്പാടിയമ്മ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്പാടിയമ്മ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മോളെ രജി, ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ടമ്മ. വർഷങ്ങൾക്ക് മുമ്പ്. ആ രജിയിൽ നിന്ന് ഈ രജിയിലേക്കുള്ള മാറ്റം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. മിടുക്കത്തിയായിരിക്കണം. പിന്നെ നല്ല നല്ല ഇത്, കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്ന വിധത്തിൽ നല്ല അസലായിട്ട് പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്. ഇനി ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ മെഡിസിനും കൂടെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിനും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിരിക്കും. വളരെ നന്നായിരുന്നു കേട്ടോ മോളെ. കീപ് ഇറ്റ് അപ്പ്. വെരി ഗുഡ്. ഓക്കെ അമ്പാടിയമ്മ, സന്തോഷം. പിന്നെ റിജി ഡോക്ടർ ഒരു കാര്യം ഇതില് ഈ വരുന്ന പ്രശ്നങ്ങളുടെ റൂബ്രിക്കുകളും കൂടി ഒന്ന് എഴുതി വെച്ചിട്ട് ആ വ്യക്തികളുടെ ആ റൂബ്രിക്ക് എഴുതി വെച്ചിട്ട് അതിനുള്ള മെഡിസിൻ കൂടി ഇതിൽ ഏതൊക്കെ റൂബ്രിക്കുകൾ വരാം, ഈ 2 മുറിയിലായിട്ട് ഒതുങ്ങിപ്പോണത് ഏതൊക്കെ റൂബ്രിക്കുകൾ മൂലമാണ്, ഇവരെല്ലാം പ്രോബ്ലത്തിന് എങ്ങനെ റൂബ്രിക്ക് ആക്കാം, അതിന് ഏത് മെഡിസിൻ കൊടുക്കും. മനസ്സിലായി മേഡം. ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആക്ച്വലി റെപ്പർട്ടൈസ് ചെയ്ത് മരുന്ന് കൊടുക്കാറില്ല. ഇന്നുവരെ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതാണ് അടുത്ത ക്ലാസ്. കേൾക്കുന്നതിൽ ഇപ്പൊ ദുർവാശിയെന്നോ അവേർഷൻ ടു സെക്സ് എന്നോ ഓപ്പോസിറ്റ് സെക്സ് എന്നോ അങ്ങനെ കുറെ വരുമല്ലോ എന്തെങ്കിലുമൊക്കെ. അതുകൂടി അപ്പൊ അതിലേതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ അമ്പാടിയമ്മ, വൈദ്യര് ഡോക്ടർ, പിന്നെ ധനേഷ് ഡോക്ടർ, അതുപോലെ നമ്മളെ എല്ലാ ഡോക്ടേഴ്സും അവരെ അഭിപ്രായങ്ങളും കൂടി പറയുകയും ചെയ്യും. കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊരു ചർച്ചയായിട്ട് തന്നെ നമുക്ക് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയായിട്ട് തന്നെ നമുക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാം.
പിന്നെ എന്തായാലും ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഇതെങ്ങനെ മിനിക്ക് ഈ ഒരു എന്താണ് ദാമ്പത്യം അവസാനം വരെ മിനിക്ക് എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ രണ്ട് രണ്ട് പങ്കാളികളും തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ ഇടയ്ക്കും തുടക്കത്തിൽ എങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ വിവാഹത്തിന്റെ പുതുമോടിയിൽ എങ്ങനെയായിരുന്നു, അതുപോലുള്ള ആ ഒരു എന്താണ് അറ്റാച്ച്മെന്റും ബാക്കി കാര്യങ്ങളെല്ലാം അവസാനം വരെ രണ്ടു കൂട്ടരും പ്രതീക്ഷിക്കും. ഇടയ്ക്ക് ആ വിട്ടുപോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരും. അപ്പൊ അത് അവസാനം വരെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം എന്നുള്ളതാണ് ഡോക്ടറുടെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. എന്തായാലും വളരെ സന്തോഷം, നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഷീല ഡോക്ടറെ ക്ഷണിക്കും. ഷീല ഡോക്ടർ ഉണ്ടോ? ഇല്ല, ഷീല ഡോക്ടർ ഇല്ല. നന്ദി ഞാൻ തന്നെ പറയാം. ഇപ്പോ താമസിക്കേണ്ട. ഡോക്ടർ വളരെ നല്ല അറിവുകളാണ് ഇന്ന് പങ്കുവച്ചത്. ഈ ഒരു വിഷയം തെരഞ്ഞെടുത്ത ഡോക്ടർ പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി ഡോക്ടർക്ക് രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.